നമ്മുടെ ഈ സെമിനാർ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു സമാപനം അല്ലെങ്കിൽ ഒരു ഉപഹാരം എന്ന നിലക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. എനിക്ക് ഫുട്ബോൾ കാണണം, നിങ്ങൾക്കും ഫുട്ബോൾ കാണണം. ഞാൻ ഇതുവരെ ഒരു കളി പോലും ഒഴിവാക്കിയിട്ടില്ല, എല്ലാ കളിയും കാണുന്ന ആളാണ്. ഫൈനൽ കാണാൻ വേണ്ടിയിട്ട് ഞാനും പോകാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് അധികം സമയം എടുത്തിട്ട് നിങ്ങളുടെ ഫുട്ബോൾ കാണാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നില്ല. എൻ്റെ സമാപന പ്രസംഗം എന്ന നിലക്ക് ഇന്നത്തെ ഈ ഒരു സെമിനാറിൽ നമ്മൾ ഇതുവരെ കേട്ട വൈവിധ്യമാർന്ന വിഷയങ്ങൾ എല്ലാം വളരെ അക്കാഡമിക്കായിട്ടുള്ള വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചത്. നമ്മൾ വേണ്ടത്ര സമയം ലഭിക്കാതെ പോയതിന് കാരണം വിഷയങ്ങൾ അവതാരകരുടെ എണ്ണവും നമ്മുടെ സമയത്തിൻ്റെ പരിധിയിൽ ഉൾക്കൊള്ളാത്ത വിധം അധികമായതുകൊണ്ട് സംഭവിച്ച പ്രശ്നങ്ങളാണ്. പിന്നെ തുടങ്ങാനും സാങ്കേതികമായിട്ടൊക്കെ വന്നിട്ടുള്ള താമസങ്ങൾ. എന്തായാലും സ്വതന്ത്ര ലോകത്തിൻ്റെ ഈ 10ാം വാർഷികം അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ കഴിഞ്ഞ 10 വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങളും അതിനനുബന്ധമായി കേരളത്തിൽ ഉടനീളം നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെയും അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരം വന്നു ചേർന്ന ഈ ഒരു കാലഘട്ടത്തിൽ ലോകമെമ്പാടും നമ്മളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റവും അതിനെല്ലാം വിലയിരുത്തുമ്പോൾ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഫലം ഇവിടെയും പുറത്ത് ലോകത്തും എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഇറാനിലെ അനുഭവങ്ങൾ സഫിയയും ലിയാഖത്ത് അലിയും ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ഇറാനിൽ ഇന്ന് നടക്കുന്ന സംഭവവികാസങ്ങളെ വിശദമായി ഇവിടെ ചർച്ച ചെയ്യേണ്ടായി. ഇറാനിൽ മാത്രമല്ല, ഇസ്ലാമിൻ്റെ ലോകത്തെ എല്ലായിടത്തും, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ലോകത്തെ എല്ലായിടത്തും മതം അതിഭീകരമായ പ്രതിസന്ധിയെ നേരിടുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. ഇതിന് കാരണം ഇത്രയും കാലം, നൂറ്റാണ്ടുകളോളം ഈ മതങ്ങളെയെല്ലാം, പ്രത്യേകിച്ച് ഇസ്ലാമിനെ പോലുള്ള ഫാസിസ്റ്റ് രീതിയിൽ സംവിധാനം ചെയ്യപ്പെട്ട മതങ്ങൾ നിലനിന്ന് പോന്നിട്ടുള്ളത് ഇരുമ്പ് മറകൾ സൃഷ്ടിച്ചുകൊണ്ടാണ്. എന്നാൽ ആ ഇരുമ്പ് മറകളെ ഭേദിക്കാൻ കഴിയുന്ന വിധത്തിൽ, ഇരുമ്പ് മറകളെ തീർത്തും അപ്രസക്തമാക്കുന്ന വിധത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടി അറിവിൻ്റെ വെളിച്ചം എല്ലാ ഇരുട്ടറകളിലേക്കും കടന്നു ചെന്നു. എല്ലാവരുടെയും വിരൽ തുമ്പിൽ ലോകത്തുള്ള സകലമാന അറിവുകളും വന്നു ചേർന്ന ഒരു കാലഘട്ടത്തിൽ മതം നിസ്സഹായമായി നോക്കി നിൽക്കേണ്ട ഒരവസ്ഥ വന്നു. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇസ്ലാമിൻ്റെ ഇരുമ്പ് മതിലുകൾ തീർത്തിട്ടുള്ള എല്ലാ മതരാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാനിൽ നടക്കുന്നത് പോലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും, അതല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് അവിടങ്ങളിലെ ഭരണാധികാരികൾ തന്നെ വലിയ മാറ്റങ്ങൾക്ക് അവരുടെ രാജ്യങ്ങളിൽ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യമാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയിൽ നമ്മളൊക്കെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വളരെ പുരോഗമനപരമായിട്ടുള്ള നിയമങ്ങളുമായിട്ടുള്ള പരിഷ്കരണങ്ങളാണ് പുതിയ തലമുറയിൽപ്പെട്ട ഭരണാധികാരികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ലോകമെമ്പാടും വലിയ മാറ്റങ്ങൾ ഈ ഒരു കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കേരളത്തിലും മതരംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങളിൽ ഞാൻ കാണുന്ന 2 പ്രധാന കാര്യം, ഒന്ന്, ഇസ്ലാമിക ലോകത്ത് ഞാനൊക്കെ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുബോധം എന്ന് പറയുന്നത്, ഇസ്ലാമിക ലോകത്തല്ല, ഇസ്ലാമിനെ കുറിച്ച് നമ്മുടെ മതേതര പൊതുസമൂഹത്തിൽ പോലും നിലനിന്നിരുന്ന ഒരു പൊതുബോധം എന്ന് പറയുന്നത് ഇസ്ലാം വിമർശനങ്ങൾക്കെല്ലാം അതീതമാണ്. ഇസ്ലാമിൽ വിമർശിക്കപ്പെടേണ്ടതായ യാതൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെക്കുറിച്ച് യുക്തിവാദികൾ പോലും കാര്യമായി ഒന്നും സ്പർശിക്കേണ്ടതില്ല എന്നതായിരുന്നു ആ ഒരു കാലഘട്ടത്തിലുള്ള സമൂഹത്തിൻ്റെ മൊത്തത്തിലും മുസ്ലിം സമൂഹത്തിൽ പൊതുവേയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പൊതുബോധം. ആ പൊതുബോധം ഇന്ന് തീർത്തും
തലകീഴായി അട്ടിമറിക്കപ്പെട്ടു. പകരം മറ്റേതൊരു മതത്തിലുള്ളതിനേക്കാൾ കൂടുതൽ കാലഹരണപ്പെട്ട കാര്യങ്ങളും വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങളും ഇസ്ലാമിലാണ് ഉള്ളത് എന്ന് വിശ്വാസികളായ മുസ്ലിങ്ങൾ പോലും തിരിച്ചറിഞ്ഞ ഒരു കാലമാണ് നമ്മുടെ മുമ്പിൽ. ഇതാണ് ഒരു പൊതുബോധം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു പൊതുബോധം എന്ന് പറയുന്നത്, ഇസ്ലാമിനെ ആരെങ്കിലും വിമർശിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ കുറ്റങ്ങളും ന്യൂനതകളും പരാമർശിക്കുകയോ ചെയ്താൽ അതിനോട് മുസ്ലിം സമൂഹം മൊത്തത്തിൽ പ്രതികരിച്ചിരുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ വിമർശിക്കുന്ന ആളുകളെ നേരിട്ട് കൈകാര്യം ചെയ്യുക എന്നതായിരുന്നു ആ രീതി. വിമർശനങ്ങളോട് അതിഭീകരമായ അസഹിഷ്ണുത പുലർത്തുകയും വിമർശിക്കപ്പെടുന്ന ആശയങ്ങൾക്ക് പകരം വിമർശിക്കുന്ന വ്യക്തികളെ കൈകാര്യം ചെയ്യുകയും അത് വെർബലായിട്ടോ കായികമായിട്ടോ സാമൂഹ്യമായ ഒറ്റപ്പെടുത്തലിലൂടെയോ ഒക്കെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മതസംരക്ഷകരുടെ ലോകം ഇതുവരെ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ മതം വളരെ പഞ്ചപുച്ഛമടക്കി പത്തി താഴ്ത്തി ദയനീയമായൊരവസ്ഥയിൽ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ എയറിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എയറിൽ നിൽക്കുക എന്നിടത്തൊന്നും പോയിട്ട് എയറില്ലാത്ത ബഹിരാകാശത്ത് നിൽക്കുക എന്ന അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ ഇസ്ലാമിൻ്റെയൊക്കെ അവസ്ഥ. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്രമായിട്ട് ഇസ്ലാം ഈ കാലഘട്ടത്തിൽ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് മുസ്ലിം സമൂഹത്തിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്കിടയിൽ എം അക്ബറിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ മതത്തെക്കുറിച്ച് അപകർഷതാബോധം തോന്നിത്തുടങ്ങിയിരിക്കുന്നു. മതത്തെക്കുറിച്ച് നമ്മുടെ ചെറുപ്പക്കാർക്ക് അപകർഷതാബോധം തോന്നുന്നു എന്ന് പറയുന്നത് നമ്മൾ യുക്തിവാദികളല്ല, മതരംഗത്ത് ഇത്രയും കാലം മുടിചൂടാമന്നന്മാരായി വിലസിയിരുന്ന മതക്കച്ചവടക്കാരാണ് പറയുന്നത്. അപകർഷതാബോധം തോന്നി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് പഴയ രീതിശാസ്ത്രം വെച്ചുകൊണ്ട് വിമർശകരെ നേരിടാൻ കഴിയില്ല. ഇനി നമ്മൾ കുറച്ച് ജനാധിപത്യത്തിൻ്റെ വഴിയൊക്കെ സ്വീകരിക്കാം. നമുക്ക് സംവാദങ്ങളാവാം. ഇതാണ് പുതിയ ട്രെൻഡ്. 2 വർഷം മുമ്പ് ഇപ്പോൾ ബഷീർ മാഷ് ഇവിടെ സൂചിപ്പിച്ച സംവാദം നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും ആ സംവാദം കണ്ടവരായിരിക്കും. ആ സംവാദത്തിൽ എൻ്റെ സഹസംവാദകനായി വന്ന അദ്ദേഹം അവിടെ ഉപയോഗിച്ച ഭാഷയും ശൈലിയും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്നും അവർ വളരെയധികം മുന്നോട്ട് പോയി എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ഞായറാഴ്ച തിരൂരിൽ നടന്ന മറ്റൊരു സംവാദം. ആ സംവാദത്തിൽ വളരെ ജനാധിപത്യപരമായിട്ട് വളരെ വിനയാന്വിതനായിട്ട് മതത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന മതപണ്ഡിതൻ യുക്തിവാദികളുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല ഇത്തരത്തിലുള്ള സംവാദങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട് എന്ന നിലപാടും പരസ്യമായിട്ട് അവർ സ്വീകരിക്കുന്നു. ഇതൊക്കെ ചെറിയ മാറ്റമല്ല, വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് വലിയ മാറ്റത്തിലേക്ക് മതരംഗത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇനി സംവാദത്തിന് വന്ന ആളുകൾ അല്ലെങ്കിൽ സംവാദത്തിന് നമ്മളുമായിട്ട് തയ്യാറാണ് എന്ന് ഇപ്പോൾ സമ്മതിക്കുന്ന ആളുകൾ അവർ മതത്തെ സംരക്ഷിക്കാൻ കണ്ടിട്ടുള്ള രീതിശാസ്ത്രം എന്തൊക്കെയാണ്? അവിടെയാണ് ഏറ്റവും വലിയ കോമഡി. ഇന്ന് ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർക്ക്, ആ പണ്ഡിതന്മാർ അവരുടെ ദർസുകളിൽ അല്ലെങ്കിൽ അവരുടെ സർവകലാശാലകളിൽ പഠിച്ചിറങ്ങിയ കിതാബുകളെക്കുറിച്ചോ ആ കിതാബുകളിലുള്ള ആശയങ്ങളെക്കുറിച്ചോ ഒരക്ഷരം ഉരിയാടാൻ ഇല്ല എന്നതാണ്. പിന്നെ എന്താ അവർ പറയുന്നത്? അവർ പറയുന്നത് നമുക്ക് ഖുർആനെ കുറിച്ച് പറയണ്ട, ഹദീസിനെ കുറിച്ച് പറയണ്ട, കർമ്മശാസ്ത്രത്തെക്കുറിച്ച് പറയണ്ട, നമുക്ക് ഫതുഹുൽ മുഈനെ കുറിച്ച് പറയണ്ട, ഉംദയെക്കുറിച്ച് പറയണ്ട, ഫിഖ്ഹു സുന്നയെ കുറിച്ച് പറയണ്ട, നമുക്ക് എപ്പിസ്റ്റമോളജി പറയാം, നമുക്ക് യൂട്ടിലിറ്റേറിയനിസം പറയാം, നമുക്ക് ഹെഡോണിസം പറയാം,
നമുക്ക് യൂജനിസം പറയാം, നമുക്ക് സബ്ജക്റ്റീവ് മൊറാലിറ്റിയെക്കുറിച്ചും ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയെക്കുറിച്ചും മെറ്റാ മൊറാലിറ്റിയെക്കുറിച്ചും ഒക്കെ പറയാം, നമുക്ക് കാർലിഫോർണിയയിലെ കാര്യങ്ങൾ പറയാം എന്നൊക്കെയാണ് ഇപ്പോൾ തലപ്പാവ് ധരിച്ച മതപണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംവാദവേദികളിൽ വന്നിട്ട് തലപ്പാവിട്ട മുസ്ലിംമാർ ഇസ്ലാമിനെക്കുറിച്ചോ ഖുർആനിനെക്കുറിച്ചോ ഇസ്ലാമിൻ്റെയും അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളുടെയും ഒരു കിതാബിനെക്കുറിച്ചോ അതല്ലെങ്കിൽ ഇസ്ലാം ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയിൽ നിന്ന് ഒരു പദം പോലും ഉച്ചരിക്കാതെ നമുക്ക് ഫിലോസഫി പറയാം, ശാസ്ത്രം പറയാം, എപ്പിസ്റ്റമോളജി പറയാം എന്നൊക്കെ പറഞ്ഞു പോകുന്നത് എന്തിനാണ്? രണ്ട് കാര്യമാണ്. ഒന്ന്, അക്ബർ പറഞ്ഞ അപകർഷതാബോധം നമ്മുടെ ചെറുപ്പക്കാരിൽ നിന്ന് മാറ്റിയെടുക്കാം. കാരണം നമ്മൾ പണ്ടത്തെ മാതിരി ഒന്നല്ല, നമ്മളും കുറച്ച് വിവരമുള്ളവരൊക്കെയാണ് കേട്ടോ എന്ന് ഈ വിശ്വാസികളായ ചെറുപ്പക്കാരെ ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ കടിച്ചാ പൊട്ടാത്ത ടോളജിയും ഓളജിയൊക്കെ പറയുന്നത്. മറ്റൊന്ന്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ നിന്നും വഴുതി മാറിക്കൊണ്ട് തെന്നി മാറിക്കൊണ്ട് ലോജിക്കൽ ഫാലസികളുടെ അഥവാ ന്യായവൈകല്യങ്ങളുടെ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ തുറന്നുകൊണ്ടല്ലാതെ ഇനി സ്വതന്ത്ര മതവിമർശകരുമായിട്ടോ ഒന്നും നമുക്ക് സംവാദങ്ങൾ നടത്താനോ അവരെ നേരിടാനോ നമുക്കിനി കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് അവരിങ്ങനെ വിഷയം മാറ്റിപ്പോവാനൊക്കെ തയ്യാറാവുന്നത്. നമ്മൾക്കിവിടെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇവരുമായിട്ടൊക്കെ ഇതുപോലെ ജനാധിപത്യപരമായ രീതിയിൽ ഈ ആശയങ്ങളെക്കുറിച്ച് പരസ്പരം വെറുപ്പില്ലാതെ സ്നേഹത്തോടു കൂടി തന്നെ സംവദിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇവിടെ നിലവിൽ വന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഇനി അധികം പണിയെടുക്കേണ്ട കാര്യമില്ല എന്നത്. കാര്യങ്ങളെല്ലാം ഈ സമൂഹം മൊത്തത്തിൽ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇവരുടെ കൈകളിൽ നിന്ന് കാര്യങ്ങൾ പിടിവിട്ടു പോയി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാം എയറിലല്ല, അതിൻ്റെ അപ്പുറത്ത് ബഹിരാകാശത്തേക്ക് ആണ് ഇപ്പോൾ അവർ എത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞത്. ഇനി സംവാദത്തിൽ പങ്കെടുത്ത ഈ കഴിഞ്ഞ ഞായറാഴ്ച തിരൂരിൽ സംവാദത്തിൽ പങ്കെടുത്ത മതപണ്ഡിതൻ എതിർ സംവാദകനെക്കുറിച്ചും നമ്മുടെ സംവാദ രീതികളെക്കുറിച്ചും നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ചും നമ്മുടെ വിമർശനങ്ങളെക്കുറിച്ചുമൊക്കെ പുതിയ പുതിയ പരാതികളുമായിട്ട് സാമൂഹ്യ മാധ്യമത്തിൽ ഇപ്പോൾ സജീവമാണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. കാരണം അവർക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ മാർക്കറ്റ് ഉണ്ടാക്കാൻ ഇനി യുക്തിവാദികളുടെ പുറകെ കൂടുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് തന്നെ. എത്ര മൗലിയന്മാരാണ് യൂട്യൂബിൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് തമ്പനയിലിടുന്നതെന്നറിയോ? മൗലിയർക്ക് വയല് പറയാൻ എൻ്റെയും ലിയാഖത്ത് അലിയുടെയും അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് തമ്പനയിൽ ഉണ്ടാക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ ഇസ്ലാമിക ലോകം മാറിയിട്ടുണ്ട്. കാരണം യുക്തിവാദവും യുക്തിവാദികളുടെ ഫോട്ടോയും കണ്ടാൽ മാത്രമേ വയല് കേൾക്കാൻ ആൾ കൂടുള്ളൂ എന്നുള്ള അവസ്ഥയാണ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്യാം, യൂട്യൂബിലൊക്കെ നോക്കൂ നിങ്ങൾ. അത്തരം തമ്പനയിലുള്ള മുസ്ലിയാക്കന്മാരുടെ പ്രഭാഷണങ്ങൾക്ക് കീഴെ, വീഡിയോകൾക്ക് കീഴെ ആളുകൾ, അതിൻ്റെ വ്യൂവേഴ്സായി വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം നോക്കൂ. മറ്റു ഫിഖും മറ്റു കർമ്മശാസ്ത്രവും മറ്റു മതവിഷയങ്ങളും സംസാരിക്കുന്നവരുടെ വീഡിയോകൾക്ക് താഴെയുള്ള വ്യൂവും പോയിട്ട് താരതമ്യം ചെയ്തു നോക്കൂ. അവിടെ ചിലപ്പോൾ 1000-2000 വ്യൂസാണുള്ളതെങ്കിൽ യുക്തിവാദത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ട് കൊടുക്കുന്ന വീഡിയോകൾക്ക് 50,000, 1,00,000 ഒക്കെ വ്യൂസ് കാണാം. ആ ഒരു രീതിയിലേക്ക് മതരംഗം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള ജിമ്മിക്കുകൾ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനു പറ്റിയ ആളുകളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുന്നി മുജാഹിദും ജമാഅത്തും ഒക്കെ അത്തരം ആളുകളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഫിലോസഫിയൊക്കെ പഠിച്ച് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള, ഭൗതിക വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളെ, ചെറുപ്പക്കാരെ ഇതിനു വേണ്ടി പ്രത്യേകം പരിശീലനം കൊടുത്ത് യുക്തിവാദത്തെ നേരിടാൻ വേണ്ടിയിട്ട് ഫീൽഡിൽ ഇറക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവരുടെ ആളുകളെ പ്രാക്ടിക്കലായിട്ട് പരിശീലിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുമായിട്ട് സംവാദത്തിന് വരുന്നത്. അവിടെയാണ് ഇപ്പോൾ കേരളത്തിലെ മതം എത്തി നിൽക്കുന്നത്. ഇനി ഇവരുടെ ചില പരാതികളുണ്ട്. ആ പരാതികളാണ് അതിനേക്കാളും വലിയ കോമഡി. ഒരു പരാതി, യുക്തിവാദികൾ, ഈ മതം വിമർശിക്കുന്ന ആളുകൾ
പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറയുകയാണ്, ആവർത്തിക്കുകയാണ്. ഇതാണ് ഒരു പരാതി. എന്തായാലും കോമഡി ആരാ പറയുന്നത്? 10 കൊല്ലമായിട്ട് നമ്മൾ ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നു എന്ന് പരാതി പറയുന്നത് 1400 കൊല്ലമായിട്ട് ഒരേ ശീലുകൾ അവൻ്റെ ട്യൂണും ടോണും മാറ്റാതെ നീട്ടിപ്പാടി ആവർത്തിക്കുന്നവരാണ്. 1400 കൊല്ലമായി ഒരേ പാട്ടും പെയ്ത്തും ഈ ഒരേ ഈണത്തിൽ ആവർത്തിക്കുന്ന ആളുകളാണ് 10 കൊല്ലമായിട്ട് യുക്തിവാദികൾ ഒരേ കാര്യം ആവർത്തിക്കുന്നു എന്ന് പരാതി പറയുന്നു. അവരുടെ ആവർത്തനം മതിയൊക്കെ നമുക്കും ആവർത്തനം നിർത്താം. മതം പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലെന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നമുക്കും നമ്മുടെ പറയുന്നത് മാറ്റം വരുത്താം. നമ്മൾ എന്തിനാണ് ആവർത്തിക്കുന്നത്? നമ്മൾ ആവർത്തിക്കുന്നത് ഒരേ ആളുകളെ കേൾപ്പിക്കാനല്ല. 10 വർഷം മുമ്പ് ഇവിടെ സ്വതന്ത്രലോകം സെമിനാർ നടന്നപ്പോൾ അന്ന് ഇവിടെ വന്ന ഓഡിയൻസ് അല്ല ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഓഡിയൻസ്. അതിൽ വളരെ കുറച്ച് പേരേ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഈ രംഗത്തേക്ക് കഴിഞ്ഞ 1-2 വർഷത്തിൻ്റെ ഉള്ളിൽ വന്ന് എത്തി നോക്കാൻ തുടങ്ങിയ ആളുകളാണ്. അപ്പോൾ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 10 വർഷം മുമ്പ് പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് പുതിയ കാര്യമാണ്. അങ്ങനെയാണ്. ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് ആദ്യത്തെ ഒരു 10-20 കൊല്ലം ഒരേ പുസ്തകം പഠിപ്പിച്ചിരുന്നത്. പാഠ്യപദ്ധതി ഇങ്ങനെ മാറാതെ കിടക്കുന്നത് കൊണ്ട് ഒരേ പദ്യം, ഒരേ പാട്ട്, ഒരേ കഥ പറഞ്ഞും പഠിപ്പിച്ചും നമുക്ക് മടുത്തു. പക്ഷെ നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികൾക്ക് ഓരോ തലമുറ, ഓരോ ക്ലാസ്സിലും വരുന്ന കുട്ടികൾ ഓരോ വർഷം പുതിയ കുട്ടികളാണ്. അവർക്ക് മടുപ്പില്ല, അവർക്ക് പുതിയ കാര്യങ്ങളാണ്. അതേപോലെ ഒരു ജീപ്പിൽ അനൗൺസ്മെൻറ്റ് പോവുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീപ്പിൽ അനൗൺസ്മെൻറ്റ് പോകുമ്പോൾ അനൗൺസ്മെൻറ്റ് കേട്ട് ജീപ്പിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കും ഡ്രൈവർക്കും അനൗൺസ്മെൻറ്റ് നടത്തുന്ന ആൾക്കും ശരിക്കും ആവർത്തനം കൊണ്ട് ബോറടിക്കും. കാരണം 1-2 വാചകമാണ് നേരം വെളുത്ത് വൈകുന്നേരം ആവുമ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അനൗൺസ്മെൻറ്റ് പോകുന്ന വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്നായതുകൊണ്ട് കേൾക്കുന്ന ആളുകൾ മാറി 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 വരികയാണ്. അപ്പോൾ ആവർത്തനം അവിടെ അനാവശ്യമാകുന്നില്ല, ആവശ്യമായി മാറുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് പുതിയ ആളുകൾ, പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ചില ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള പ്രാഥമിക ധാരണ പോലും ഇല്ലാത്തവരാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ABCD മുതൽ തുടങ്ങേണ്ടി വരും. ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിക്കുന്നത്. പക്ഷേ നമ്മളെ ആവർത്തിക്കുന്നു എന്ന് കുറ്റം പറയുന്നവർക്ക് 1400 കൊല്ലമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ചെറിയ ഒരു വ്യതിയാനം പോലും ഇല്ല എന്നതാണ് അതിലേറ്റവും പരിഹാസ്യമായിട്ടുള്ള ഒന്ന്. മറ്റൊന്ന്, നമ്മൾ പരിഹസിക്കുന്നു, ആക്ഷേപഹാസ്യം ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇത് പറയുന്നത് ആരാ? നമ്മളെയൊക്കെ ആശയപരമായ വിമർശനങ്ങളുടെ പേരിൽ ഇത്രയും കാലം വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന, ഒരുപക്ഷെ ലോകത്ത് വ്യക്തിപരമായി ഞാൻ കേട്ടത്ര അധിക്ഷേപങ്ങൾ കേട്ട ആൾക്കാർ ചുരുക്കമായിരിക്കും. കഴിഞ്ഞ 10-40 കൊല്ലമായിട്ട് വ്യക്തി അധിക്ഷേപങ്ങൾ കേട്ട് ഇപ്പോൾ അത് കേട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നുള്ള അവസ്ഥയിലെത്തിയ ആളാണ് ഞാനൊക്കെ. അങ്ങനെയുള്ള നമ്മളോടാണ് പറയുന്നത്, നിങ്ങളിങ്ങനെ പരിഹസിക്കുന്നത് ശരിയല്ല കേട്ടോ എന്ന്. നമ്മൾ പരിഹസിക്കുന്നത്, ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് വിമർശനത്തിൻ്റെ ഒരു രീതിശാസ്ത്രമാണ്. മലയാള ഭാഷയിൽ ഈ കുഞ്ചൻ നമ്പ്യാരുടെ മലയാളത്തിൽ ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് എത്രത്തോളം ഫലപ്രദമായിട്ടുള്ള ഒരു ഡിസ്കോഴ്സ്, ഭാഷാ ഡിസ്കോഴ്സ് ആണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത്തരം ആക്ഷേപഹാസ്യങ്ങളാണ് പലപ്പോഴും വിമർശനങ്ങൾക്ക് നമ്മളെല്ലാവരും ഉപയോഗിക്കുക. അത്തരം ആക്ഷേപഹാസ്യങ്ങളിലൂടെ വിമർശനങ്ങൾ നടത്തുമ്പോൾ ആ വിമർശനങ്ങൾ കൃത്യമായി കൊള്ളേണ്ടിടത്ത് കൊള്ളും എന്നതുകൊണ്ട് തന്നെയാണ് അത്തരം ചില ഡിസ്കോഴ്സ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനെയും കുറ്റപ്പെടുത്താൻ ഇവർക്കാർക്കും അർഹതയില്ല. പിന്നെ വേറൊന്ന്, ചെറി പിക്കിംഗ് നടത്തുന്നു എന്നാണ്. അതും അതിനേക്കാൾ വലിയ കോമഡിയാണ്. നമ്മൾ ഖുർആനെന്നും ഹദീസെന്നും ഒക്കെ നമുക്ക് ആവശ്യമുള്ളത് പെറുക്കിയെടുത്തിട്ട് നമ്മൾ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയാണ് എന്നാണ് നമുക്കെതിരായിട്ടുള്ള ആരോപണം. സത്യത്തിൽ നമുക്കത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അത് ചെയ്യേണ്ട ആവശ്യം വരുന്നത് ആർക്കാണ്? ഇവർക്കാണ്. ഇവരെങ്ങനെയാണത് ചെയ്യുന്നത് എന്നുള്ളതിന് നല്ലൊരു എക്സാമ്പിളാണ് ലിയാഖത്ത് അലി ഇവിടെ അവതരിപ്പിച്ചത്. അവരാണ് ചെറി പിക്കിംഗ് നടത്തിയിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത്. കാരണം അതിൻ്റെ അകത്തുള്ള മുഴുവൻ കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിന്ന് പ്രചരിപ്പിക്കുന്ന നുണകൾ പൊളിയുകയാണ് ചെയ്യുക. ഇവർക്ക് പിക്ക് ചെയ്യാൻ അതിനകത്ത് ചെറി കിട്ടാനില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ട് അവർ മാർക്കറ്റിൽ പോയിട്ട് വേറെ ചെറി വാങ്ങിക്കൊണ്ടെന്നിട്ട് അത് കൊടുക്കുക.
ഇവർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന ചെറി യഥാർത്ഥത്തിൽ ഇവരെ കിതാബിലുള്ളതല്ല. ഇവരെ കിതാബിൽ നിന്ന് പെറുക്കി കാണിക്കാൻ പോലും ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ പെറുക്കി കാണിക്കാനുള്ള ചെറി പോലും ഇവരുടെ കിതാബുകൾ ഇല്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇത് ഇതിലുള്ളതാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പണി ചെയ്യുന്നവരാണ് നമ്മൾ ചെറി പിക്കിംഗ് നടത്തുന്നു എന്ന് ആക്ഷേപിക്കുന്നു. നമുക്ക് ചെറി പിക്കിംഗ് നടത്തേണ്ട ഒരാവശ്യമില്ല. ഇപ്പൊ ഖുർആനെ വിമർശിക്കാൻ തത്തമ്മ ചീട്ടെടുക്കും പോലെ നിങ്ങൾ ഖുർആനിൽ നിന്ന് ഒരു പേജ് എടുത്താൽ മതി. തത്തമ്മ ചീട്ടെടുക്കുന്നത് പോലെ നിങ്ങൾ ഖുർആനിൽ നിന്നൊരു പേജ് എടുത്തു കഴിഞ്ഞാൽ ആ ഖുർആൻ പേജിൽ നിങ്ങൾക്ക് ഒരു 10 കാര്യമെങ്കിലും ഖുർആനെ വിമർശിക്കാൻ കിട്ടും. എല്ലാവർക്കും കിട്ടും, സാധാരണക്കാർക്ക് കിട്ടും. ഇത് ആഴത്തിൽ പഠിക്കൊന്നും വേണ്ട. ഖുർആനിൽ നിന്ന് നിങ്ങൾ ഏതൊരു പേജ് എടുത്ത് മറിച്ചാലും നിങ്ങൾക്ക് വിമർശിക്കാൻ മാത്രം സാധനം അതിനകത്തുണ്ട്. ചെറി പിക്ക് ചെയ്യേണ്ട, അതിലുള്ളതുകൊണ്ട് പിക്ക് ചെയ്താൽ മതി. ചെറി പിക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമല്ല, അവരുടെ ആവശ്യമാണ്. ഇത് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ ഖുർആൻ ക്ലാസ് എടുക്കുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ, നിങ്ങൾ പലരും കാണുന്നുണ്ടാവും. ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് ഓരോ അധ്യായങ്ങൾ എടുത്തിട്ട് അത് പൂർണ്ണമായിട്ട് വിശകലനം ചെയ്തുകൊണ്ടാണ്, ചെറി പിക്ക് ചെയ്തിട്ടല്ല. മാത്രമല്ല ഖുർആനിൽ നിന്ന് ഞാൻ അധ്യായങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ക്രോണോളജിക്കൽ ഓർഡറല്ല. ക്രോണോളജിക്കൽ ഓർഡറിൽ ഖുർആൻ അധ്യായങ്ങൾ ക്രമീകരിക്കുക അസാധ്യമാണ്, 100% സാധ്യമല്ല. പക്ഷേ ചില മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഏറെക്കുറെ ആ ഒരു ഓർഡറിൽ, ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ സംഭവങ്ങൾ അവതരിപ്പിച്ച ക്രമത്തിൽ, ആദ്യം ഇറങ്ങിയത് ആദ്യം, പിന്നെ ഇറങ്ങിയത് പിന്നെ, അങ്ങനെയുള്ള ക്രമത്തിൽ ഖുർആനിൽ നിന്ന് അധ്യായങ്ങൾ പെറുക്കിയെടുത്ത് അത് അതേ രീതിയിൽ ക്രമീകരിച്ചിട്ട് ആ അധ്യായങ്ങളെ പൂർണ്ണമായി വായിച്ചു കൊണ്ടാണ് ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കുന്നത്. എൻ്റെ ഖുർആൻ ക്ലാസ് ഏതാണ്ട് 67 ക്ലാസ്സുകൾ ഇപ്പോൾ കഴിഞ്ഞു. ഞാൻ ആദ്യം അവതരിപ്പിച്ചത് എന്ന് പറയപ്പെടുന്ന കുറേ അധ്യായങ്ങളാണ് ആദ്യം ക്ലാസ്സായിട്ട് അവതരിപ്പിച്ചത്. എവിടെയും ഒരു ചെറി പിക്കിങ്ങിൻ്റെ പ്രശ്നവുമില്ല. ഓരോ അധ്യായത്തിലും ഉള്ള വാക്യങ്ങൾ വായിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരായത്തിനെ കുറിച്ച് തന്നെ എനിക്ക് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ സംസാരിക്കാനുണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വിഷയങ്ങൾ കൂടി നമുക്ക് കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റും. ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി മറ്റു പ്രഭാഷണങ്ങൾക്കോ മറ്റു ഇതുപോലുള്ള യാത്രകൾക്കോ ഒന്നും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ശാരീരികമായും മാനസികമായും ഒക്കെ ക്ഷീണിച്ച ഈ അവസരത്തിൽ ഇത് തുടർന്ന് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം ഈ ചെറി പിക്കിംഗ് ആണ് നടത്തുന്നത് എന്നുള്ള ആക്ഷേപത്തിന് കൃത്യമായ മറുപടിയാണ് നമ്മളുടെ ഈ ഖുർആൻ വിശകലനം എന്ന് പറയുന്നത്. അവിടെ ഏതെങ്കിലും ഒരു സൂറത്തിൽ നിന്ന് നമുക്ക് 1-2 ആയത്ത് മാത്രം പെറുക്കിയെടുത്ത് വിമർശിക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ലതുണ്ടെങ്കിൽ നല്ലതാണെന്ന് നമ്മൾ പറയും. പക്ഷെ നല്ലതാണെന്ന് പറയാൻ ഇതുവരെ നടന്ന ക്ലാസ്സിൽ എനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇനി ചിലപ്പോൾ കിട്ടുമെന്ന് നോക്കാം. നേരെ മറിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് വിമർശിക്കാവുന്ന കാര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഇതാണ് ചെറി പിക്കിംഗ് എന്ന ആരോപണത്തെക്കുറിച്ച് എനിക്ക് ഇവർക്ക് മറുപടിയായിട്ട് പറയാനുള്ളത്. പിന്നെ ഇവർ പറയുന്നത് നമ്മൾ ഫാലസി ഉപയോഗിക്കുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ഫാലസി ഉപയോഗിക്കേണ്ട കാര്യമല്ല. ഉള്ള യാഥാർത്ഥ്യങ്ങളെ വളച്ചുകെട്ടില്ലാതെ നേരെ ചൊവ്വേ വായിച്ച് വിശദീകരിച്ചാൽ മതി. പക്ഷേ ഫാലസികളുടെ സൂപ്പർ മാർക്കറ്റ് തുറന്നിട്ട് ഓരോന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ഈ ന്യായവൈകല്യങ്ങൾ മുഴുവൻ പ്രയോഗിച്ചിട്ടാണ് ഇന്ന് മതക്കാർ വിമർശനങ്ങളെ നേരിടാനുള്ള ഒരു വിഫല ശ്രമമെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർ വൈക്കോലുണ്ട ഉണ്ടാക്കി വെക്കുക, സ്വന്തമായിട്ടൊരു വൈക്കോലുണ്ട ഉണ്ടാക്കി വെച്ചിട്ട് എന്നിട്ട് ഇതാണ് ഇവർ പറയുന്നത് എന്ന് നുണ പറഞ്ഞിട്ട് ആ വൈക്കോലുണ്ടമ്മ തല്ലി വച്ചുണ്ടാക്കുക. അപ്പോൾ വിശ്വാസികളായ ആൾക്കാരെ ആ ഒച്ചപ്പാട് കണ്ടിട്ട് വായും പൊളിച്ചത് നോക്കിയിരിക്കും. നമ്മളുടെ വിമർശനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ജിമ്മിക്കാണ് ഇവർ പ്രയോഗിക്കുന്നത്. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നടന്ന സംവാദത്തിൽ ഉൾപ്പെടെ നമ്മൾ കാണുന്നത്. അവിടെ നമ്മളെല്ലാവരും മതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സിദ്ധാന്തങ്ങളെയും അതുൾക്കൊള്ളുന്ന മനുഷ്യവിരുദ്ധമായ കാര്യങ്ങളെയുമാണ് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവരുന്നത് മതത്തെയും, ഞാൻ പറഞ്ഞല്ലോ, കിതാബുകളെയും എല്ലാം കൂട്ടിക്കെട്ടി ചാക്കിലാക്കി അവിടെ വെച്ചിട്ട് നാസ്തികത ചർച്ച ചെയ്യാൻ പറ്റും. മതവിമർശകരെ മുഴുവൻ അവർ നാസ്തികത എന്നുള്ള ഒരു പാക്കറ്റിൽ
പൊതിഞ്ഞിരിക്കുകയാണ്. അതാണ് വൈക്കോലുണ്ടാന്ന് പറയുന്നത്. എന്നിട്ട് ഇവരുടെ മതം, ഇസ്ലാം എന്ന മതം, അത് കഴിഞ്ഞാൽ പിന്നെ നാസ്തികത എന്ന് പറയുന്ന ഇവരുണ്ടാക്കി വെച്ച വൈക്കോലുണ്ട. ലോകത്ത് ആകെ 2 പ്രത്യയശാസ്ത്രമേ ഉള്ളൂ ഇവരുടെ ഭാഷയിൽ. എന്നിട്ട് ഈ നാസ്തികത എന്താണ് എന്നതിന് ഇവരുടേതായ ഒരു നിർവചനം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വിശദീകരണം കൊടുക്കുക. എന്നിട്ട് ആ നാസ്തിക മേലെ പോയിട്ട് തല്ലി ഒച്ച ഉണ്ടാക്കുക. ഇതാണ് ഇവരുടെ പരിപാടി. ഇസ്ലാം, നാസ്തികത, ഈ 2 ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ 2 കൊല്ലം മുമ്പ് നടന്ന സംവാദത്തിന് MM അക്ബറും കൂട്ടരും പേര് കൊടുത്തത് ഇസ്ലാം നാസ്തികത സംവാദം എന്ന്. നമ്മൾ അങ്ങനെ ഒരു സംവാദമേ നടത്തിയിട്ടില്ല. നമ്മൾ നാസ്തികതയെക്കുറിച്ചല്ല അവിടെ സംവാദം നടത്തിയത്, ഈ ഇസ്ലാമിനെ കുറിച്ച് പോലെയല്ല നമ്മൾ സംവാദം നടത്തിയത്. നമ്മൾ സംവാദം നടത്തിയത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അന്നത്തെ അറബികൾക്ക് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ശാസ്ത്ര വസ്തുതകൾ ഉണ്ട് എന്ന് തെളിയിക്കൂ എന്നാണ് ഞാൻ വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളിയെ ആണ് ഏറ്റെടുത്തുകൊണ്ട് ചർച്ചയ്ക്ക് വന്നത്. അവിടെ ഖുർആനും ശാസ്ത്ര വസ്തുതകളും എന്ന വിഷയം മാത്രമേ അവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതിന് കൊടുത്ത പേരാണ് ഇസ്ലാം നാസ്തികത സംവാദം. എന്താ അവിടെ നാസ്തികതയുടെ പ്രശ്നം വരുന്നത്? നാസ്തികത എന്ന് പറഞ്ഞാൽ എന്താ? ദൈവമില്ല എന്ന് പറയുന്ന ഒരു ആശയം മാത്രമാണ് നാസ്തികത എന്ന്. അപ്പൊ എന്തിനാണ് ഈ നാസ്തികത കൊണ്ടുവരുന്നത്? അത് നമ്മൾ പർദ്ദയെ വിമർശിച്ചാൽ നേരെ ബിക്കിനിക്ക് ചാടും. നമ്മൾ പർദ്ദയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ നേരെ ബിക്കിനി അല്ലെങ്കിൽ ഷഡ്ഡി മാത്രം ഇട്ട അവസ്ഥയിലേക്കാണ് പോവുക. അതേമാതിരിയാണ്. അതിൻ്റെ 2ന്റെ ഇടയിലുള്ള വസ്ത്രങ്ങളൊന്നും ഇവർ കാണൂല. എന്നാൽ ലോകത്ത് ഇതിൻ്റെ 2ന്റെ ഇടയിലുള്ള വസ്ത്രങ്ങളാണ് മഹാഭൂരിപക്ഷ ആളുകൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ആ മഹാഭൂരിപക്ഷം മനുഷ്യർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെ ഒക്കെ കാര്യം മാറ്റിവെച്ചിട്ട് ഇങ്ങേ അറ്റത്തെ പർദ്ദയ്ക്ക് പകരം അങ്ങേ അറ്റത്തെ ബിക്കിണി എടുത്തിട്ട് പ്രസന്റ് ചെയ്യുന്ന അതേ ഫാലസിയാണ് ഇവിടെ നാസ്തികത, ഇസ്ലാം എന്ന് പറഞ്ഞ 2 സാധനം ഉണ്ടാക്കി വെക്കുന്നത്. എന്നിട്ട് എന്താണ് നാസ്തികതയ്ക്ക് ഇവർ കൊടുക്കുന്ന നിർവചനം? അത് പറഞ്ഞ് അവസാനം അമ്മയും പെങ്ങളെയും ഭോഗിക്കലാണ് നാസ്തികത. ഇവിടെ അപ്പം എന്തായി? ഇസ്ലാമിൻ്റെ ആൾക്കാർ അമ്മേനും പെങ്ങളും ഭോഗിക്കുന്ന ആൾക്കാർ, 2 കൂട്ടർ തമ്മിലാണ് സംവാദം. അതിൻ്റെ ഇടയിലുള്ള ഒന്നും നമുക്ക് കൈകാര്യം ചെയ്യണ്ട. ഇതാണ് ഫാലസി എന്ന് പറയുന്നത്, ഇതാണ് ന്യായവൈകല്യം എന്ന് പറയുന്നത്. ഇത് ഗതികേട് കൊണ്ടാണ്. കാരണം ഈ ഒരു പ്രത്യയശാസ്ത്രത്തെ യുക്തിസഹമായിട്ടോ കാലികമായിട്ടോ ആധുനിക മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളുമായിട്ടോ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ചർച്ച ചെയ്യാനുള്ള ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഈ മാതിരി ജിമ്മിക്കുകൾ ഇവർ കളിക്കുന്നത്. പിന്നെ ഇസ്ലാമിന് വരെ ഒരു പുതിയ നിർവചനം കൊണ്ടുവരാണ്. ഇതുവരെ കേൾക്കാത്ത ഒരു ഇസ്ലാമിനെ കുറിച്ചാണ് കഴിഞ്ഞ ഞായറാഴ്ച തിരൂരിലെ സംവാദത്തിൽ നമ്മൾ ആ മതപണ്ഡിതനിൽ നിന്നും കേട്ടത്. മതപണ്ഡിതൻ പറയുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ നന്മയുടെ ഉറവിടം തേടുന്നതെന്തോ അതാണ് മതം, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞു. നന്മയുടെ ഉറവിടം തേടലിന്റെ പേരാണ് പോലും മതം. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു മതം? അപ്പോൾ വളരെ നല്ലൊരു മതം ഇവിടെ കൊണ്ടുവന്ന് വെക്കുക, അപ്പുറത്ത് അമ്മയും പെങ്ങളെയും ഭോഗിക്കുന്ന ഒരു നാസ്തികത കൊണ്ടുവെക്കുക, എന്നിട്ട് അയിമത്തല്ല. അപ്പോൾ ഇതുമെന്ന് ശ്രദ്ധ തിരിക്കാം. ഇത്തരം ജിമ്മിക്കുകളിലേക്ക് പോകേണ്ടി വന്നത് ഗതികേടാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. സ്വതന്ത്ര ചിന്ത വേറൊരു വാക്ക് ഇവരെടുത്ത് വീശുന്നൊരു വാക്കാണ്. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ അങ്ങ് നൂല് പൊട്ടിയ പട്ടം പോലെ സ്വതന്ത്രമായിട്ട് അങ്ങോട്ട് ചിന്തിക്കാം. എന്നിട്ട് ചിന്തിച്ചാൽ കിട്ടുന്ന ഉൽപ്പന്നം എന്താണെന്നുള്ളത് ഇവരങ്ങ് സ്ഥാപിക്കുക. ഇവർ പറയുന്നത് ഭൗതികവാദം അനുസരിച്ച് നമ്മളൊക്കെ വെറും പദാർത്ഥങ്ങളാണ്, പദാർത്ഥങ്ങൾക്ക് പിന്നെ ഒന്നും വേണ്ടല്ലോ, പദാർത്ഥങ്ങൾ മാത്രമാണ് മനുഷ്യനെങ്കിൽ പിന്നെ മനുഷ്യന് തോന്നിയ മാതിരിയൊക്കെ അങ്ങ് ജീവിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നിയവാസം എന്നതിൻ്റെ പര്യായ പദമാണ് സ്വതന്ത്ര ചിന്ത എന്നിവരങ്ങ് സ്ഥാപിച്ചു വെക്കുക. എന്നിട്ട് പിന്നെ ഈ തോന്നിയാസങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാം. ആ തോന്നിയാസങ്ങൾക്ക് ഉദാഹരണങ്ങൾ തേടിയിട്ട് കള്ളക്കണക്കുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്ന കള്ളക്കണക്കുകളും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വാചകം അടിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. ഈ അപകർഷതാബോധം ഈ മതവിശ്വാസികളുടെ സമൂഹത്തിൽ ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടായി എന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ ഇവിടെ മാത്രമല്ല ഉള്ളത്, ആഗോളതലത്തിൽ തന്നെ മതരംഗത്തുണ്ട്.
അതാണ് ഖത്തറിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇസ്ലാം ഒരു 50 കൊല്ലം മുമ്പ് എങ്ങനെയാണ് പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമിനെ കച്ചവടം ചെയ്യാൻ ഇവർ ശ്രമിച്ചത് എന്നതിൻ്റെ ഒരു ചിത്രമാണ് 2 കൊല്ലം മുമ്പ് നടന്ന സംവാദത്തിൽ സിന്ദാനി പ്രോജക്റ്റ് പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിശദീകരിച്ചു. അന്ന് ഞങ്ങളുടെ ഖുർആനിൽ ശാസ്ത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാശ്ചാത്യരെ തെറ്റിദ്ധരിപ്പിച്ചത്. അതിനുവേണ്ടി ചതി പ്രയോഗിക്കുകയായിരുന്നു. ചില പാശ്ചാത്യരായിട്ടുള്ള സ്കോളർമാരെയൊക്കെ യൂണിവേഴ്സിറ്റികളിൽ വിളിച്ചു വരുത്തിയിട്ട് അവരെ കബളിപ്പിച്ച് ചതിച്ച് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും 1-2 പേരെ വിലക്കെടുത്തുകൊണ്ടും ഈ പാശ്ചാത്യരുടെ പേരുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അറബി ഭാഷ അറിയാത്ത, ഖുർആൻ എന്താണെന്ന് അറിയാത്ത, പെട്ടെന്നൊന്നും അറിയാൻ സാധ്യതയില്ലാത്ത പാശ്ചാത്യ ലോകമൊത്തുള്ള ആളുകളെ ഇതിനകത്ത് എന്തൊക്കെയോ ശാസ്ത്രമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു സിന്ദാനി പ്രോജക്റ്റിലൂടെ ഈ എണ്ണപ്പണം ഒഴുകി വരാൻ തുടങ്ങിയ ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഈജിപ്ത്, സൗദി അറേബ്യ, യമൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവരുടെ പ്രോജക്റ്റ് അതായിരുന്നു. അതിൽ കുറേ പാശ്ചാത്യരൊക്കെ കുടുങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഇന്ന് പൊളിഞ്ഞു പാളീസായി. കാരണം അന്ന് പറഞ്ഞ ശാസ്ത്രവും അന്ന് ഖുർആനെ കുറിച്ച് ഇവർ നടത്തിയുള്ള അവകാശവാദങ്ങളെല്ലാം പാശ്ചാത്യ ലോകത്ത് പൊളിഞ്ഞു പാളീസായപ്പോഴാണ് ഇപ്പോൾ പാശ്ചാത്യരായിട്ടുള്ള ആളുകളെ ഇസ്ലാമിക ലോകത്തേക്ക് ആകർഷിക്കാനും ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ചുള്ള അപകർഷതാബോധം ഇല്ലാതാക്കാനുമുള്ള പുതിയ ടെക്നിക്കുകളുമായിട്ട് ആഗോള ഇസ്ലാം രംഗത്ത് വരുന്നത്. അതിൻ്റെ ഭാഗമാണ് കൈക്കൂലി കൊടുത്തിട്ട് ഖത്തറിലേക്ക് ലോകകപ്പ് ഫുട്ബോള് കൊണ്ടുവന്നത്. എന്നിട്ട് ആ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഉദ്ഘാടന വേദിയിലും ആ ഫുട്ബോൾ നടക്കുന്ന പരിസരത്തുമൊക്കെ പുട്ടുകച്ചവടം നടക്കുക, ഇസ്ലാമിൻ്റെ പുട്ടുകച്ചവടം. കഴിഞ്ഞ ദിവസം ഫുട്ബോൾ കാണാൻ പോയ ഒരാൾ, ഒരു ഡോക്ടർ, ദുബായിൽ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പുട്ടുകച്ചവടത്തിൻ്റെ തെളിവ് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഈ ഫുട്ബോൾ നടക്കുന്ന പരിസരത്തെല്ലാം പലതരം ബ്രോഷറുകളും പിന്നെ ഡിജിറ്റൽ കാർഡുകളും ഒക്കെ വിതരണം ചെയ്യാം, QR കോഡൊക്കെ ഉള്ള കാർഡ് വിതരണം ചെയ്യാം. ഈ QR കോഡ് കൊണ്ടുപോയിട്ട് നമ്മളത് അതിലൂടെ കയറി നോക്കുമ്പോൾ നമ്മൾ എത്തുന്ന വെബ്സൈറ്റ് എങ്ങനെ ഇസ്ലാമിലേക്ക് ചേരാം, ഇസ്ലാമിൽ ചേർന്നാൽ കിട്ടുന്ന ഗുണങ്ങളും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ കച്ചവട മാർക്കറ്റിങ്ങിനുള്ള സ്ഥാപനങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള സെയിൽസ് ഏജൻറ്റുമാരായിട്ട് കാർഡും ബ്രോഷറുമായിട്ട് അവിടെ ചുറ്റി നടക്കാണ്. ഇതിൻ്റെ മൊത്ത കച്ചവടക്കാരനായ സാക്കിർ നായിക് അടക്കം അവിടെ നേരത്തെ തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഉദ്ഘാടന വേദിയിൽ കൊണ്ടുവന്ന മോർഗൻ ഫ്രീമാൻ എന്ന് പറയുന്ന ആള് അടുത്ത ദിവസം ഇസ്ലാമിലേക്ക് മാറി എന്നുള്ള റിപ്പോർട്ട് നിങ്ങൾ കേൾക്കും. കാരണം ഇതിനുള്ള ഒരുക്കങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഫ്രീമാൻ എന്ന് പറയുന്ന ആളെക്കുറിച്ച് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കൂ. കുറച്ച് കാലമായിട്ട് ഈ ഇസ്ലാമിസ്റ്റുകളുടെ അണ്ടറിലാണ് അദ്ദേഹം. പണ്ട് മോറിസ് ബുക്കായിയെയും കീത്ത് മൂർനെയൊക്കെ പിടികൂടിയതുപോലെ ഈജിപ്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തെയൊക്കെ പിടികൂടിയിട്ട് ഇസ്ലാമിൻ്റെ മാനവികതയും സമത്വവും ഒക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതാണ് ഖുർആനിൽ നിന്ന് ആദമിൻ്റെ മക്കളെല്ലാം ഒരുപോലെ എന്ന് പറയുന്ന ഒരായത്ത് ഓദിച്ചുകൊണ്ട് അവിടെ ആ മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ നാടകം. അപ്പോൾ പുതിയ മാർക്കറ്റിംഗ് തന്ത്രമാണ്. ശാസ്ത്രം ഒഴിവാക്കി ഖുർആന്റെ മഹത്വമൊക്കെ ഒഴിവാക്കിയിട്ട് ഇനി സമത്വവും വംശീയതയില്ലാത്ത മാനവികത മുറ്റുന്ന സമത്വമാണ് ഇസ്ലാമിലുള്ളത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഇനിയുള്ള കാലം ഇസ്ലാമിനെ ലോകത്ത് പിടിച്ചു നിർത്താൻ ഇത്തരം തന്ത്രങ്ങൾ വേണം എന്ന ചിന്ത. മറ്റൊന്ന്, മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇസ്ലാമിക ലോകത്താകെ തന്നെ എല്ലാവരും കൊഴിഞ്ഞു പോവുക. സൗദി അറേബ്യയിൽ പ്രഖ്യാപിത മുർത്തദ്ദുകളുടെ എണ്ണം കോടികളാണെന്നാണ് പറഞ്ഞത്. മതം വിട്ട് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ദിവസേന പുറത്തു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ദശലക്ഷക്കണക്കിന് ആളുകളാണ് എന്നുള്ള കണക്കാണ് സൗദി അറേബ്യയിൽ നിന്ന് വരുന്നത്. ഇറാനിൽ ഇപ്പോൾ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാനിൽ മതവിശ്വാസികളുടെ എണ്ണം വെറും 10-15% കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ മതം വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ എല്ലായിടത്തും ആളുകൾ മതം ഉപേക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിശ്വാസികളായ ആളുകളിൽ, ചെറുപ്പക്കാരായ വിദ്യാസമ്പന്നരായ ആളുകളിൽ മതത്തെക്കുറിച്ച് അപകർഷതാബോധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയൊക്കെ മറികടക്കാനുള്ള ശ്രമമാണ് ലോകത്തെല്ലായിടത്തും നടക്കുന്നത്. അതിൻ്റെ ശ്രമമാണ് ഇവിടെയും നടക്കുന്നത്.
ഇവിടെ സംവാദത്തിന് വന്ന മതപണ്ഡിതൻ മതം എന്ന് പറഞ്ഞാൽ നന്മയാണ്, മതം എന്ന് പറഞ്ഞാൽ നന്മ കണ്ടെത്താനുള്ള, നന്മയുടെ ഉറവിടം കണ്ടെത്തലാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷേ ഏതു മതമാണ് വേണ്ടത് എന്നോ എന്തുകൊണ്ടാണ് ആ മതം തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനൊന്നും യാതൊരു വിശദീകരണവും അദ്ദേഹം നൽകുന്നില്ല. എന്നാൽ നമ്മൾ എന്തുകൊണ്ട് മതം വേണ്ട എന്ന് പറയുന്നു? നമുക്ക് നിന്ന നിൽപ്പിൽ ഒരാഴ്ച നിർത്താതെ പറഞ്ഞാലും തീരാത്തത്ര കാരണങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട് എന്തുകൊണ്ട് മതം വേണ്ട എന്ന് പറയാൻ. കാരണം മനുഷ്യനായി ജീവിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും ഇല്ലാതാക്കുകയും മനുഷ്യനെ മാനവികതയിലേക്ക്, പുരോഗതിയിലേക്ക് ഉള്ള മനുഷ്യന്റെ മുന്നേറ്റത്തിൽ എല്ലാ അർത്ഥത്തിലും തടസ്സം നിൽക്കുകയും ചെയ്യുന്നു മതം എന്നതിന് നമുക്ക് നിരവധി തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഓരോന്നോരോന്നെടുത്തുകൊണ്ട് എന്തുകൊണ്ട് മതം വേണ്ട എന്നും എന്തുകൊണ്ട് മതം ഉപേക്ഷിക്കണമെന്നും നമുക്ക് പറയാൻ കഴിയും. പക്ഷെ എന്തുകൊണ്ട് മതം വേണം എന്ന് പറയാൻ ഇവരുടെ പക്കൽ ഒന്നുമില്ല എന്നതാണ് ഇവരുടെ ഗതികേട്. അവിടെ സംവാദത്തിന് വന്ന ഉസ്താദിനോട് സദസ്സിൽ നിന്നുള്ള ഒരു ആൾ ചോദിച്ചു, നിങ്ങളിപ്പോൾ ഈ മതമില്ലെങ്കിൽ ധാർമ്മികത ഉണ്ടാവില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ പിഞ്ചു കുട്ടികളെ പീഡിപ്പിക്കുന്ന വാർത്തകൾ വരുന്നത് മദ്രസകളിൽ നിന്നാണ്. ഒരു മദ്രസ ഉസ്താദിന്റെ പീഡന വാർത്തയെങ്കിലും ഇല്ലാത്ത ഒരു പത്രം നിങ്ങൾക്ക് നിങ്ങളുടെ പത്രക്കെട്ടിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. ഇന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്നലത്തെ പത്രത്തിൽ പോലും ഉണ്ട്. ഈ കാര്യം ചോദിച്ചപ്പോൾ നമ്മുടെ ഉസ്താദ് അതിന് മറുപടി പറഞ്ഞതാണ് കോമഡി. നിങ്ങൾ കേൾക്കണം. സ്കാൻഡിനേവിയക്കാർ പോൺ വീഡിയോ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മദ്രസയിലെ ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുന്നത്. എങ്ങനെയുണ്ട് ധാർമ്മികത? സ്കാൻഡിനേവിയക്കാർ പോൺ വീഡിയോ ഉണ്ടാക്കാൻ കാരണം അവർ നാസ്തികതയാണ്. അപ്പൊ ഉസ്താദ് മദ്രസയിൽ കുട്ടികളെ പീഡിപ്പിക്കാനുള്ള കാരണം നാസ്തികതയാണ്. ഞാൻ ചോദിക്കുന്നത്, എന്നാ പിന്നെ ഈ പടച്ചോൻ ഇങ്ങനെ ഒരു മതം ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ ധാർമ്മികത പഠിപ്പിക്കാൻ പോയ പടച്ചോന് 2 വാഴ വെച്ചാൽ പോരായിരുന്നു ഈ പണിയെടുക്കുന്ന നേരം? നിങ്ങൾ കുട്ടികളെ ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി, കുട്ടികളെ മതം പഠിപ്പിക്കാൻ വേണ്ടി ഉസ്താദുമാരായി നിങ്ങളുടെ കിതാബുകൾ പഠിച്ച് യോഗ്യത നേടി അതിൻ്റെ സർട്ടിഫിക്കറ്റും അതിൻ്റെ തലയിക്കെട്ടും നേടിയ പുറത്തിറങ്ങിയിട്ടുള്ള ഉസ്താദുമാരെ മദ്രസകളിൽ റിക്രൂട്ട് ചെയ്യുന്നത് യുക്തിവാദി സംഘത്തിൻ്റെ റിക്രൂട്ട്മെന്റ് ഏജൻസി എന്നല്ലക്കാണോ? യുക്തിവാദി സംഘത്തിൽ നിന്നാണോ നിങ്ങൾ ഉസ്താദുമാരെ റിക്രൂട്ട് ചെയ്യുന്നത്? നിങ്ങൾ ദർസുകളിൽ പഠിച്ച് സനത് നേടി പുറത്തിറങ്ങിയ ഉസ്താദുമാരെയല്ലേ മദ്രസയിൽ പഠിപ്പിക്കാൻ വിടുന്നത്? അവർ പഠിച്ച ധാർമ്മികതയുടെ കിതാബുകൾ, ആ കിതാബുകളെല്ലാം പഠിച്ച് ഡിഗ്രി എടുത്തിട്ട് നേരെ പോയിട്ട് അവർ മദ്രസകളിൽ പോയിട്ട് കുട്ടികളെ ഇതാണ് പഠിപ്പിക്കുന്നതെങ്കിൽ കുഴപ്പം സ്കാൻഡിനേവിയയിലെ നാസ്തികർക്കാണോ അതോ ഈ ഉസ്താദിനെ പഠിപ്പിച്ച കിതാബിനാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണമെന്നാണ് കുട്ടികളെ മദ്രസയിൽ അയക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളോടും എനിക്ക് പറയാനുള്ളത്. അത് മനസ്സിലാവണമെങ്കിൽ ഈ ഉസ്താദായി വരുന്നത് ഏതൊക്കെ കിതാബുകൾ പഠിച്ചിട്ടാണ് എന്ന് മുസ്ലിം സമൂഹം പരിശോധിക്കണം. ഈ ഉസ്താദുമാർ പഠിക്കുന്ന കിതാബുകൾ ഉംദയും ഫത്തുഹുൽ മുഈനും ബുഖാരിയും ഖുർആനും തഫ്സീറുകളും അതുപോലുള്ള കിതാബുകളുമാണ്. ആ കിതാബുകളിൽ നിന്ന് ഇവർ പഠിച്ച ധാർമ്മികതയാണ് അവർ അവരുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നത്. ആ കിതാബുകളിൽ എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത് അതാണ് ഇവർ പഠിക്കുന്നത്. അതിൽ നിന്ന് ഉൾക്കൊണ്ട ധാർമ്മികതയാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് ഉസ്താദുമാരുടെ മുമ്പിലേക്ക് കുട്ടികളെ അയക്കുന്ന രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഈ ഉസ്താദുമാർ എന്തൊക്കെ പഠിച്ചിട്ടാണ് ഉസ്താദാവുന്നത് എന്ന് പരിശോധിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ജീവനുള്ള കാലത്തോളം നിങ്ങളുടെ കുട്ടിയെ മദ്രസയിലാക്കില്ല. സ്കാൻഡിനേവിയയിൽ പോൺ വീഡിയോ ഉണ്ടാക്കുന്നതിന് ഇവരെന്തിനാ പോൺ കാണാൻ പോകുന്നത്? ഉസ്താദുമാർ സ്കാൻഡിനേവിയക്കാരാണ് പോൺ ഉണ്ടാക്കുന്നത്. വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ വേറൊരു കണക്കുണ്ട്. ഏറ്റവും കൂടുതൽ പോൺ കാണുന്നത് ആരാന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി, പാകിസ്ഥാൻകാരാണ്. ഏറ്റവും കൂടുതൽ പോൺ വീഡിയോ കാണുന്ന രാജ്യം പാകിസ്ഥാനാണെന്നാണ് പറയുന്നത്. അതുപോലെ മുസ്ലിം രാജ്യങ്ങളെല്ലാം
കാണുന്നവരുടെ കൂട്ടത്തിലുണ്ട്, ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നാസ്തികരെ കാണാമെന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, എന്തിനാ നാസ്തികരുണ്ടാക്കുന്ന ഇത് നിങ്ങൾ കാണാൻ പോകുന്നത്? അപ്പൊ എവിടെയോ ഒരു കുഴപ്പമുണ്ടല്ലോ, നാസ്തികർക്കാണോ കുഴപ്പം? അപ്പൊ അത് പരിശോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഫോൺ വീഡിയോ കാണുന്നത് കൊണ്ടാണെന്നും സ്കാൻഡിനേവ്യക്കാരുണ്ടാക്കുന്നത് കൊണ്ടാണെന്നും അതിന് കാരണം നാസ്തികതയാണ് എന്നൊക്കെ ഒരു ഉസ്താദുമാരുടെ അധാർമികതയ്ക്ക് ന്യായീകരണമായി പറയുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സെൽഫ് ഗോൾ അടിക്കലാണ്. അതെങ്കിലും മനസ്സിലാക്കുക എന്നാണ് ഉസ്താദുമാരോട് പറയാനുള്ളത്. ഇനി മതം വേണ്ട എന്ന് നമ്മൾ പറയാനുള്ള കാരണം, സ്കാൻഡിനേവിയയിലൊക്കെ മനുഷ്യന്മാർ അവിടെ പോൺ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്നത് അവരാണ് എന്നുള്ളത് ലോകം അംഗീകരിക്കുന്നു. ഇത് നമ്മൾ പറയുമ്പോൾ ഇവർ വേറെ ചിലതാ പറയാം. ഈ ഉസ്താദ് തന്നെ 2-3 വർഷം മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗ വീഡിയോയിൽ ഞാൻ കണ്ടത്, അതിന് ഇസ്ലാം അങ്ങനെ സമാധാനവും സന്തോഷവും ഉണ്ടാക്കാൻ വേണ്ടി വന്ന മതം അല്ലാതാണ്. ഇസ്ലാമിൻ്റെ ജോലി സമാധാനവും സന്തോഷവും ഒന്നും ഉണ്ടാക്കലല്ല എന്ന് ഇതേ ഉസ്താദ് പറയുന്ന വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. പിന്നെ എന്താ ജോലി എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ ഇറാനിലേക്ക് ഇപ്പോൾ നോക്കിയാൽ മതി, അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കിയാൽ മതി, സിറിയയിലേക്ക് നോക്കിയാൽ മതി, പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ മതി, സൗദി അറേബ്യയിലേക്ക് നോക്കിയാൽ മതി. ഇവിടൊക്കെ നോക്കിയാൽ എന്താണ് മതം എന്ന് നമുക്ക് കാണാം. വിമാനത്തിന്റെ ചിറകിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച ചരിത്രമൊക്കെ ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ജീവൻ കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വിമാനത്തിന്റെ ചിറകുമ്പ തൂങ്ങിപ്പിടിച്ച് മരിച്ചുപോയ ആൾക്കാരുടെ വാർത്ത നമ്മൾ കണ്ടു. ഒന്നുകിൽ ചാവുക, അല്ലെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടുക. എവിടുന്ന്? ഇസ്ലാമിൽ നിന്ന് രക്ഷപ്പെടുക. അതാണ് ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള അവസ്ഥ. അത് തന്നെയാണ് ഞങ്ങൾ മതം വേണ്ട എന്ന് പറയുന്നത്. ഇറാനിലെ ജനങ്ങൾ ഒന്നടങ്കം മുടി മുറിച്ചുകൊണ്ട് പറയുന്നു മതം വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഈ ഇസ്ലാം വേണ്ട, ഞങ്ങൾക്ക് മനുഷ്യരായിട്ട് ഇവിടെ ജീവിക്കണം എന്നാണ് ഇറാനിലെ ആബാലവൃദ്ധം ജനങ്ങൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് മതം വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നത്. ഇതിന് ഉസ്താദുമാർ പറയുന്ന ഒരു മറുപടി, അവരിപ്പോൾ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മറുപടിയാണ്, ആത്മഹത്യ കൂടുതൽ എന്നാലും നിങ്ങളെ കൂട്ടത്തിലല്ലേ എന്നാണ്. സ്കാൻഡിനേവിയയിലൊക്കെ അല്ലേ ആത്മഹത്യ കൂടുതൽ, ഞങ്ങളെ രാജ്യത്ത് ആത്മഹത്യ ഇല്ലല്ലോ എന്നാണ്. ആത്മഹത്യ ചെയ്യാൻ പോലും സമ്മതിക്കൂല, അതാണ് പ്രശ്നം. മാത്രമല്ല, ആത്മഹത്യ ചെയ്താൽ വിവരം പുറത്തുവിടൂല, ഒരു കണക്കും പുറത്തുവിടില്ല. ഈ മതരാജ്യങ്ങളിൽ, ഈ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ നിലവിലുള്ള രാജ്യങ്ങളിൽ നിന്ന് ആ രാജ്യങ്ങളിലെ ജനങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാനേഷുമാരി കണക്കും ഒരു സർവേ റിപ്പോർട്ടും മര്യാദക്ക് പുറത്തു വരില്ല. അതുകൊണ്ട് അവിടുത്തെ ക്രിമിനൽ കുറ്റങ്ങളെക്കുറിച്ച്, അവിടെ നടക്കുന്ന ബലാത്സംഗങ്ങളെക്കുറിച്ച്, അവിടെ നടക്കുന്ന ആത്മഹത്യകളെക്കുറിച്ച് ഒന്നും പുറം ലോകത്ത് ഒരു കണക്കും കിട്ടില്ല. ആ കണക്ക് കിട്ടായ്മയാണ് ഇവര് 0 കണക്കായിട്ട് അവതരിപ്പിക്കുന്നത്. ആത്മഹത്യ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു ധാർമ്മിക പ്രശ്നമാണ് എന്ന് ലോകത്താരും കരുതുന്നേയില്ല. ആത്മഹത്യ എന്ന് പറയുന്നത് മനുഷ്യന്റെ മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നമാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതിലെന്ത് ധാർമ്മികതയുടെ പ്രശ്നമുള്ളത്? ഒരാൾ ആത്മഹത്യ ചെയ്താൽ അയാളുടെ ജീവിതം സ്വമേധയെ അവസാനിപ്പിച്ചു എന്നതിൽ കവിഞ്ഞതിന് എന്ത് അർത്ഥമാണ് നമ്മൾ കൽപ്പിക്കേണ്ടത്? അതിലെന്ത് അധാർമിക പ്രവർത്തനമുള്ളത്? ഒരുപക്ഷെ അയാളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് കുറച്ച് ദിവസം കുറച്ച് വിഷമവും സങ്കടവും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും ഉണ്ടാവും. അത് അയാൾ ആത്മഹത്യ ചെയ്തില്ലെങ്കിലും അയാൾ മരിക്കുമ്പോഴും ഉണ്ടാവും. ആ മരിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന അയാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തൊന്നുമില്ല. അപ്പൊ ആത്മഹത്യ ചെയ്യുന്നു എന്നതല്ല അടിസ്ഥാനപരമായിട്ടുള്ള ധാർമ്മിക പ്രശ്നം. നേരെ മറിച്ച് അരയിൽ ബോംബ് വെച്ച് കെട്ടിയിട്ട് ജുമായ്ക്ക് പോയിട്ട് ജുമായ നിസ്കരിക്കുന്ന 100 ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് പൊട്ടിത്തെറിച്ച് ആത്മഹത്യ ചെയ്യുന്നതാരാ? അത് ഈ മതം പേറുന്ന മനുഷ്യ ബോംബാണ്. അയാളുടെ അരയിൽ പൊട്ടുന്ന ബോംബിനേക്കാൾ ശക്തമായ ബോംബാണ് അയാളുടെ മസ്തിഷ്കത്തിൽ പ്രവർത്തിക്കുന്നത്. അതാണ് മതം. മനുഷ്യന്റെ മസ്തിഷ്കത്തെ ഒരു ബോംബാക്കി മാറ്റുന്ന, മനുഷ്യനെ കൊല്ലുന്ന ബോംബാക്കി മാറ്റാനുള്ള ശക്തിയുള്ള ഒരു വിഷബോംബായിട്ടാണ് മതം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമൊക്കെ
ഞാൻ എപ്പോഴും രാവിലെ ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് തിരിച്ചറിയൽ എപ്പോഴാണെന്നറിയോ? വൈകുന്നേരത്തെ ന്യൂസ് കാണുമ്പോഴാണ്. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിലപ്പോൾ ഒരു ന്യൂസ് കാണുമ്പോൾ അന്ന് വെള്ളിയാഴ്ചയാണല്ലേ, അന്ന് വെള്ളിയാഴ്ചയാണെന്ന് പറയും. കാരണം സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം അങ്ങനെ വെള്ളിയും ശനിയൊന്നും ഓർമ്മ ഉണ്ടാവില്ല, വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ. അപ്പോൾ എന്താണ് ഈ വെള്ളിയാഴ്ച വൈകുന്നേരം ന്യൂസ് വരുമ്പോൾ വെള്ളിയാഴ്ച എന്ന് തോന്നാൻ കാരണം? അഫ്ഗാനിസ്ഥാനിൽ പൊട്ടിത്തെറിച്ചതിൻ്റെ വാർത്ത വരുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരിക. പൊട്ടിത്തെറിക്കാത്ത ഒരു വെള്ളിയാഴ്ചയില്ല. നിങ്ങൾ എടുത്തു നോക്കൂ, കഴിഞ്ഞ കുറേ വെള്ളിയാഴ്ചകളുടെ പത്രങ്ങൾ എടുത്തു നോക്കൂ, അല്ലെങ്കിൽ ശനിയാഴ്ച വരുന്ന പത്രങ്ങളിൽ വെള്ളിയാഴ്ച വരുന്ന ന്യൂസുകൾ എടുത്തു നോക്കൂ. പൊട്ടിത്തെറിച്ചു, 50 പേർ മരിച്ചു, 60 പേര് മരിച്ചു, 100 പേര് മരിച്ചു എന്നുള്ള വാർത്തയാണ്. ആത്മഹത്യ ചെയ്യാണ് പോയിട്ട്. ആ ആത്മഹത്യയാണ് അധാർമിക പ്രവൃത്തി. കാരണം ഒരാളുടെ ആത്മഹത്യ 100 പേരുടെ കൊലപാതകമായി കലാശിക്കുന്നുവെങ്കിൽ അതാണ് അധാർമിക പ്രവർത്തനം. ഒരാൾ തനിക്ക് ജീവിതം വേണ്ട എന്ന് തോന്നി, മതിയാക്കണമെന്ന് തോന്നി ആത്മഹത്യ ചെയ്യുന്നത് ഒരു മാനസിക ആരോഗ്യ പ്രശ്നം എന്ന നിലക്ക് നമുക്കതിനെ കാണാം. അതിനെ ഒരു ഗുരുതരമായ ധാർമ്മിക പ്രശ്നമായിട്ട്, അധാർമിക പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലാണ്. മാത്രമല്ല, ഇപ്പോൾ സ്കാൻഡിനേവിയയിലും യൂറോപ്പിലും അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇവർ കണക്ക് അവതരിപ്പിക്കുന്നുണ്ട്. ആത്മഹത്യയുടെ കണക്ക് അങ്ങനെ എടുത്താൽ പോരാ. ഏതു പ്രായത്തിൽ എന്തു കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നതിൻ്റെ കൃത്യമായ വേർതിരിച്ച കണക്കെടുക്കണം. അപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് പഠനം നടത്താൻ പറ്റുക. ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും വാർദ്ധക്യ സഹജമായിട്ടുള്ള മാറാരോഗങ്ങൾ പിടിപെടുകയും ഇനി ജീവിതത്തിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ല എന്ന് തിരിച്ചറിയുകയും ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നത് എൻ്റെ സമൂഹത്തിനും എൻ്റെ കുടുംബത്തിനും എനിക്കു തന്നെയും വേദനകൾ മാത്രം സമ്മാനിക്കുന്ന ഒരു ഏർപ്പാടാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ആളുകൾ ദയാവധത്തിന് നിയമമുള്ള രാജ്യങ്ങളിൽ ദയാവധം ആവശ്യപ്പെടുന്നു. ദയാവധത്തിന് നിയമമില്ലാത്ത രാജ്യങ്ങളിൽ അവർ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. ആ ആത്മഹത്യയെ നമ്മൾ അധാർമിക പ്രവൃത്തി എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറയില്ല ഒരിക്കലും. ഞാൻ ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയൊന്നല്ല അത് പറയുന്നത്. പക്ഷെ ആത്മഹത്യയെ നമ്മൾ അങ്ങനെ ഒറ്റ കാറ്റഗറിയിൽ എടുക്കാൻ പറ്റില്ല. ആത്മഹത്യയിൽ വെച്ച് ഏറ്റവും വലിയ അധാർമികമായ ആത്മഹത്യ അരയിൽ ബോംബ് വെച്ച് മറ്റുള്ളവരെ കൊന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഭീകരവാദ പ്രവർത്തനമാണ്. അത് നടക്കുന്നത് മതത്തിൻ്റെ ലോകത്താണ്. അതിൻ്റെ കാരണമായി വർത്തിക്കുന്നത് മതമാണ്. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ മതം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ചെറിയ ധാർമ്മിക പ്രശ്നം, ഒരു ചെറിയ ദാർശനിക പ്രശ്നം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു. മനുഷ്യൻ വെറും ഒരു പദാർത്ഥമാണെങ്കിൽ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഫോസ്ഫറസ് അതുപോലുള്ള കുറേ പദാർത്ഥങ്ങൾ ചേർന്നുണ്ടായ ഒരു പദാർത്ഥ സഞ്ചയം മാത്രമാണെങ്കിൽ എന്താണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്നൊക്കെ ചോദിച്ചു. മനുഷ്യൻ പദാർത്ഥം മാത്രമായിരിക്കുമ്പോൾ ജീവിതം ഇല്ല. പിന്നെ എങ്ങനെയാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുന്നത്? ഈ പദാർത്ഥങ്ങളെ അതിസങ്കീർണമായ രീതിയിൽ പരിണമിച്ചപ്പോഴാണ് ജീവൻ എന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസം പ്രകൃതിയിൽ ഉത്ഭവം കൊള്ളുന്നത്. ആ ജീവന് കാരണമായിട്ടുള്ള അതിസങ്കീർണ ഘടനയുള്ള പദാർത്ഥ തന്മാത്രകൾ വീണ്ടും വീണ്ടും സങ്കീർണത പ്രാപിച്ചപ്പോഴാണ് സങ്കീർണ ഘടനയുള്ള ജീവികൾ ഉണ്ടായത്. ആ ജീവികൾ പിന്നെയും പിന്നെയും സങ്കീർണത പ്രാപിച്ച് പരിണമിച്ചപ്പോഴാണ് മനുഷ്യനുൾപ്പെടെയുള്ള ഉയർന്നതരം ജന്തുക്കൾ ഇവിടെ പരിണമിച്ചുണ്ടായത്. ഇങ്ങനെയാണ് സയൻസ് പഠിച്ച ആളുകൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ജീവിതത്തിൻ്റെ അർത്ഥം, ധാർമ്മികത എന്നൊക്കെ പറയുന്ന കാര്യം എവിടെയാണ് പ്രസക്തമാകുന്നത്? ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളമുണ്ടാകുന്നിടത്ത് എന്തെങ്കിലും ധാർമ്മിക പ്രശ്നമുണ്ടോ? ഇല്ല. അത് കുറേ മൂലകങ്ങൾ ചേർന്നിട്ട് ഒരു DNA തന്മാത്ര ഉണ്ടായി, ഒരു അമീബ ഉണ്ടായി, അവിടെ വല്ല ധാർമ്മിക പ്രശ്നമുണ്ടോ? ഇല്ല. അമീബ പോലെയുള്ള ജീവികൾ പിന്നീട് ബഹുകോശ ജീവികളായി മാറി ഓന്തും പല്ലിയും പാമ്പും ഒക്കെ ഉണ്ടായി, അവിടെ എന്തെങ്കിലും ധാർമ്മിക പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെ എവിടെയാണ് ധാർമ്മിക പ്രശ്നം ഉണ്ടാവുന്നത്? മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജന്തു ഉണ്ടായപ്പോൾ ധാർമ്മിക പ്രശ്നം ഉണ്ടായോ? ഇല്ല. പിന്നെ എവിടെയാണ് ധാർമ്മിക പ്രശ്നം ഉണ്ടായത്? മനുഷ്യൻ ജീവിതം തുടങ്ങിയപ്പോൾ മനുഷ്യർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാതാവുകയും കൂട്ടമായി ജീവിക്കേണ്ടി വരികയും ചെയ്തപ്പോൾ കൂട്ടത്തിൽ ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് പരസ്പരം ചില ധാരണകളും
പരസ്പരം ചില ചട്ടവട്ടങ്ങളും ഒക്കെ ആവശ്യമായി വന്നു. അവിടെ മാത്രമാണ് ധാർമ്മികത ഉത്ഭവിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യൻ എന്ന ജീവിയുടെ ജീവിതം എന്ന യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളിലെ സാമൂഹികത എന്ന മറ്റൊരു യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് ധാർമ്മികതയ്ക്കും അതുപോലുള്ള വിഷയങ്ങൾക്കും പ്രാധാന്യമുള്ളത്, പ്രസക്തിയുള്ളത്, സാംഗത്യമുള്ളത്. അതുകൊണ്ട് മനുഷ്യൻ്റെ സാമൂഹിക ജീവിതം എന്ന യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ധാർമ്മികതയ്ക്കും മറ്റും പ്രസക്തിയുള്ളൂ. അതല്ലാതെ മനുഷ്യൻ ഉത്ഭവിക്കുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള പദാർത്ഥങ്ങൾക്കൊന്നും ധാർമ്മികതയുടെ ആവശ്യമില്ല. ഇതൊക്കെ തെറ്റായിട്ടുള്ള ചില പ്രയോഗങ്ങളും തെറ്റായിട്ടുള്ള ചില വാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വഴുതി മാറാനുള്ള ശ്രമം മാത്രമാണ്. ജീവിതത്തിന് എന്താണ് അർത്ഥം? ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾ അവരുടെ കിതാബ് അനുസരിച്ച് ജീവിതത്തിന് എന്താണ് അർത്ഥം എന്ന് ചിന്തിച്ചാൽ തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും. ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ജീവിക്കുക എന്നത് തന്നെയാണ്. ജീവിതം എന്ന് പറയുന്നത് തന്നെയാണ് ജീവിതത്തിൻ്റെ അർത്ഥം. കാരണം ജീവിതം എന്ന അർത്ഥത്തിലേക്ക് പദാർത്ഥങ്ങൾ എത്തിച്ചേരുമ്പോഴാണ് ജീവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത്. അതിനപ്പുറത്തുള്ള ഒരു അർത്ഥമൊന്നുമില്ല. മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മനുഷ്യൻ കണ്ടെത്തുന്ന അർത്ഥമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥമാണ് ഞാൻ കണ്ടെത്തിയത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ കണ്ടെത്തുന്നു. അത് കണ്ടെത്താൻ നിങ്ങളുടെ സഹജമായിട്ടുള്ള വൈവിധ്യമാർന്ന അഭിരുചികളെയും താല്പര്യങ്ങളെയും ഒക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തി ജീവിതത്തെ അർത്ഥപൂർണമാക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ആത്യന്തികമായ ഒരു അർത്ഥം തേടിക്കൊണ്ടല്ല ഇവിടെ ഒരു ജീവിയും ജീവിക്കുന്നത്, മനുഷ്യനും ജീവിക്കുന്നത്. ഇനി ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്ന മതം ജീവിതത്തിൻ്റെ അർത്ഥമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കോമഡി എന്താണ്? നമ്മൾ മരിച്ചു എന്നാൽ പിന്നെയും ജീവിക്കാം. ഇഷ്ടം പോലെ കള്ളു കുടിച്ചിട്ട്, ഇഷ്ടം പോലെ സെക്സ് ചെയ്തിട്ട്, ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ അങ്ങനെ ജീവിക്കാം. നമ്മുടെ സ്വന്തക്കാരും ബന്ധക്കാരും ചിലപ്പോൾ മക്കളും ബാപ്പയും ഉമ്മയും ഒക്കെ തൊട്ടപ്പുറത്ത് നരകത്തിൽ കടന്ന് പൊരിയുമ്പോൾ അവരെ നോക്കി കളിയാക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അപ്പളും നിന്ന് മുന്തിരിങ്ങയിൽ നിന്ന് കള്ളും കുടിച്ച് പെണ്ണും പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ പച്ച വിരിപ്പുള്ള കട്ടിൽ ഇങ്ങനെ കിടക്കുക. ഇതാണ് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മളോട് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, അർത്ഥം എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ജീവിതത്തിന് നമുക്ക് അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അർത്ഥം തിരഞ്ഞ് ഇവരുടെ കിതാബുകളിലേക്ക് പോയാൽ പട പേടിച്ച് പന്തളത്ത് ചെന്ന അവസ്ഥയാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മയുടെ അത്ര പോലും അർത്ഥമില്ലാത്ത കെട്ടുകഥകൾ, യുക്തിശൂന്യമായ കെട്ടുകഥകളാണ് ജീവിതത്തിൻ്റെ അർത്ഥമായിട്ട് മതം എന്ന കഥാപുസ്തകം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നതെങ്കിൽ ആ കഥാപുസ്തകത്തിലെ ഈ അർത്ഥശൂന്യതയിലേക്ക് നോക്കി പല്ലിളിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും അന്വേഷിക്കുക എന്ന് പറയുന്നതും സെൽഫ് ഗോളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വൈകിയ വേളയിൽ നമുക്ക് ഫുട്ബോൾ കാണാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സമാപന പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അടുത്ത 8-ാം തീയതി റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ, അതായത് പണ്ട് നമ്മൾ സംവാദം നടത്തിയ ചെറിയ ഓഡിറ്റോറിയത്തിൽ ഈ സംവാദത്തിൻ്റെ 2ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടിയിൽ ബഷീർ മാഷിയുടെ അവതരണമടക്കം ഉണ്ടായിരിക്കും. ഇവിടെ പറഞ്ഞതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാനും അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ആ പരിപാടിയിലും പിന്നെ ജസ്ല നേരത്തെ ഇവിടെ പരസ്യപ്പെടുത്തിയ അന്നേ ദിവസം ആലപ്പുഴയിൽ നടക്കുന്ന വേറൊരു പരിപാടിയുണ്ട്. അവിടെ പോകുന്നവർക്ക് അവിടെ പോവാം, അവിടെ പോകാൻ താല്പര്യമില്ലാത്തവർക്ക് ഇവിടെ വരാം, അവിടെ വെച്ച് വീണ്ടും കാണാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ ഈ സംസാരത്തിൻ്റെയൊക്കെ തുടർച്ചയടക്കം എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഖുർആൻ ക്ലാസ് ആയിട്ടും മറ്റ് വീഡിയോകളായിട്ടും ചെയ്യുന്നുണ്ട്. അത് സ്ഥിരമായി കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണം. ഇത് വേറെ എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയോ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല, മറിച്ച് ഈ ആശയം കഴിയുന്നത്ര നമുക്ക് ഈ ഒരു സാമൂഹ്യ മാധ്യമ സാഹചര്യത്തിൻ്റെ അനുകൂല കാലഘട്ടത്തിൽ പരമാവധി ഈ ആശയം സമൂഹത്തിൽ എത്തിച്ചുകൊണ്ട് വരും തലമുറയെയെങ്കിലും ഈ ഇരുട്ടിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമത്തിൽ നമുക്ക് എല്ലാവർക്കും കൂട്ടായി പങ്കുചേരാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.